ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആകർഷക നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ എന്തിനെ പറ്റിയാണ് അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്തിനെ പറ്റിയാണ് നമ്മുടെ ചിന്തകൾ? അത് നമ്മുടെ കരച്ചിലിനെ പറ്റിയോ സങ്കടത്തെ പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ലഭിക്കുന്നതും അതുതന്നെ. അതോ നമ്മുടെ നല്ല കാര്യം, ഫ്യൂച്ചറിനെ പറ്റി നല്ല എന്തെങ്കിലും കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെപ്പറ്റിയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മൾക്ക് ലഭിക്കും. അതായത് ഈ ആകർഷണ നിയമം മുഴുവനായിട്ടും നമ്മുടെ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചിന്ത പണത്തെപ്പറ്റിയാണെങ്കിൽ പണം നമുക്ക് വന്നു ചേരും. നമ്മുടെ ചിന്ത നല്ല ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സിനെ പറ്റിയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് അങ്ങനെ ഒരു ബിസിനസ് സംഭവിക്കും. നമ്മുടെ ചിന്ത നല്ല ഒരു ബന്ധങ്ങളെ, നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ്. ഇനി പുതിയതായിട്ട് കല്യാണം കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏതെങ്കിലും ബന്ധം മോശമായിപ്പോയി അതിനെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കണം, അങ്ങനെയുള്ള ഒരു നല്ല ബന്ധത്തെ പറ്റിയാണെങ്കിൽ അതാണ് നമ്മുടെ ചിന്തയെങ്കിൽ അത് നമുക്ക് സംഭവിക്കും. നമ്മുടെ ചിന്ത നല്ല പ്രശസ്തിയാണ്, പേരാണ് എനിക്ക് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് സംഭവിക്കും. എന്താഗ്രഹിച്ചാലും നമുക്ക് ലഭിക്കും. പക്ഷേ അത് നല്ല മനസ്സോടെ, നന്ദിയോടെ, ആത്മാർത്ഥമായിട്ട്, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ ആഗ്രഹിച്ചോളൂ. വേഗം സംഭവിക്കും, ഉറപ്പാണ്. എന്താണ് പ്രകൃതി നമ്മളോട് പറയുന്നത്? അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ ആകർഷക നിയമം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ചിന്തകളെ ആധാരമാക്കിയാണ്. നീ ഇന്ന് എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? നിനക്കുള്ള കടബാധ്യതകളെ പറ്റിയോ, നിൻ്റെ ലൈഫിൽ കഴിഞ്ഞു പോയ എന്തൊക്കെയോ ദുഃഖങ്ങളെപ്പറ്റി, എനിക്ക് എന്തൊക്കെയോ ഇല്ലായ്മകളാണ്, അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ നിരാശയിലും സങ്കടത്തിലും ബുദ്ധിമുട്ടിലും എന്തോ ഒരു വിഷമത്തിലുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ചിന്തകൾ? അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ സന്തോഷത്തെപ്പറ്റി ചിന്തിച്ചത്? നമുക്ക് ഇനിയും വരുന്ന നല്ല ഫ്യൂച്ചറിനെ പറ്റി, നല്ല ഒരു വീടിനെ പറ്റി, നല്ല ഒരു വാഹനത്തെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരു നല്ല ഫ്യൂച്ചറിനെ പറ്റി ഒരു സ്വപ്നം കാണുക, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ തീവ്രമായി? നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുന്നു, ഞാൻ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് എന്താണ് എൻ്റെ ലൈഫിൽ ആവശ്യം? എന്ത് കിട്ടിയാൽ ഞാൻ സന്തോഷവതി അല്ല സന്തോഷവാനാകും? അതിനെ പറ്റിയാണ് നിങ്ങൾ ഇനി ഇങ്ങോട്ട് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ആകർഷക നിയമത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു നിയമമുണ്ട്, അങ്ങനെ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ചിന്തകളെ ആധാരമാക്കിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനായിട്ടും ചേഞ്ച് ചെയ്യും. ഒരു ബുക്ക് എടുക്കുക, അതിലെഴുതി വെക്കുക, നിങ്ങൾക്ക് ഇത്ര വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഇത്ര മാസത്തിന് ശേഷം, അല്ലെങ്കിൽ ഇത്ര ആഴ്ചകൾക്ക് ശേഷം എന്തോ ഒരു കാര്യം ലഭിക്കണം. അത് നിങ്ങൾ നല്ല വ്യക്തമായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമ്മുടെ സ്വപ്നം കാണലും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും എല്ലാം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിന്തിക്കില്ല, അനാവശ്യമായ ചിന്തകളെല്ലാം ഒഴിവാക്കി നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഒരു നല്ലൊരു സിനിമ കാണുന്ന ഫീലിങ്ങിൽ നമ്മൾ അതിനെ ആഗ്രഹിക്കുക. അത് നമുക്ക് വന്നു കഴിഞ്ഞാലുള്ള സന്തോഷം നമ്മൾ ഇന്ന് തന്നെ അനുഭവിക്കുക. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ഈ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിനെ അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. അതായത് നമ്മൾ നല്ല പോലെ ചിന്തിക്കുക, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നല്ല എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കാണുക, അത് തന്നെ നമുക്ക് സംഭവിക്കും. നമ്മൾ പോലും അറിയാതെ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം മാറ്റി മതി. നിങ്ങൾ അഭിനയിക്കുക. ശരിക്കും ഒരു 2-3 ദിവസം ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്കിതൊക്കെ കിട്ടാൻ പോകുന്നു, ഇതൊക്കെ എനിക്ക് കിട്ടും എന്നങ്ങ് വിശ്വസിച്ചിട്ടൊന്ന് അഭിനയിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബുദ്ധിക്ക് നമ്മൾ അഭിനയിക്കുകയാണ്, നമ്മളിത് കളിത്തരം കാണിക്കുകയാണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ബുദ്ധി നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്നും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താഗതികൾ ഒരു 2 ദിവസം നിങ്ങൾ സന്തോഷമായിട്ടൊന്ന് അഭിനയിച്ചേ. അപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് സന്തോഷമായിട്ട് അഭിനയിക്കാൻ പോയിട്ട് എനിക്ക് ഒന്നിനും പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, അല്ല എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എനിക്ക് വട്ടാണെന്ന് പറയും എന്നല്ല ചിന്തിക്കുക. അങ്ങനെയല്ല, നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മതി. അതിനൊക്കെ വെറുതെ അങ്ങ് നന്ദി പറഞ്ഞ്, എനിക്ക് നല്ലൊരു വീട്, എനിക്ക് നല്ല വീടില്ലെങ്കിലും നിങ്ങൾക്ക് മഴ നനയാതെ വെയിലടിക്കാതെ ഇരിക്കാൻ ഒരു വീടുണ്ടേ, അത് മതി. അതിന് നന്ദി. ഞാനിരിക്കുന്ന കസേരയ്ക്ക് നന്ദി, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഫോണിന് നന്ദി, എനിക്ക് നല്ല പേരൻസ് ഉള്ളതിന് നന്ദി, കുഞ്ഞുങ്ങളുള്ളതിന് നന്ദി. എനിക്കിപ്പോൾ എന്തൊക്കെയുണ്ട് അതിനൊക്കെ അങ്ങ് നന്ദി പറയുക.
ഒരു 10-15 കാര്യങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്. അതിനൊക്കെ അങ്ങ് നന്ദി പറയുക. നന്ദി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഫ്രീഡം കിട്ടും, എന്തോ ഒരു സന്തോഷം പോലെ. അപ്പം നമ്മൾ പിന്നെ നോക്കുന്നതെല്ലാം നമുക്കിങ്ങനെ നന്ദി പറയാണ്. ശരിയാണല്ലോ, എനിക്കതുണ്ടല്ലോ, ശരിയാണല്ലോ, എനിക്കിതുണ്ടല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നാൻ തുടങ്ങും. അങ്ങനെ നമ്മളൊരു 2 ദിവസം ഇങ്ങനെ നമുക്കുള്ളതിനെ പറ്റി ഒന്ന് നന്ദി പറഞ്ഞു നോക്കിക്കേ. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളിലോട്ട് വരും. ഇത് ഞാൻ ഈ പറയുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാവരോടും പറയണം. ഇത് ഓട്ടോമാറ്റിക്കലി ഈ ആകർഷണ നിയമത്തിലൂടെ ഓരോന്ന് സാധിച്ച ആൾക്കാർ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതുപോലെ എക്സ്പീരിയൻസും ആ ഒരു സന്തോഷം അനുഭവിക്കുക, അവർക്ക് എന്തൊക്കെയോ ലഭിക്കുന്നത് കൊണ്ട് അവരെല്ലാവരോടും ഇത് പറയും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി ലോകത്തുള്ള ഒരു നിയമമാണ്. ഫ്രീ ആയിട്ട് നമുക്കൊരു മൂന്നാമത്തെ കണ്ണ് തുറന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു ജ്ഞാനം നമുക്ക് തന്നെ വരുവാണ് നമ്മൾക്ക് എങ്ങനെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന്. അത് തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ മുനിമാരും അവരൊക്കെ പറയുന്നത് ഇത് തന്നെ. ഈ മൂന്നാം കണ്ണെന്ന് പറയുന്നതാണ് നമ്മുടെ ചിന്തകൾ. ആ ചിന്തകൾ എവിടെ പോയി നിൽക്കുന്നു അവിടെ അതാണ് അത് നമ്മളായിരിക്കും. അത് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, നമ്മൾ എന്തിനെ പറ്റിയാണ് സ്വപ്നം കാണുന്നത്, ഇമാജിൻ ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അത് സത്യമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ പാസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും സിമ്പിളായിട്ട്. ഞാൻ എപ്പോഴും നെടുവീർപ്പിട്ട് എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി നെടുവീർപ്പിടുന്നു, എനിക്ക് ഇനിയും നെടുവീർപ്പുകളാണ് വരിക. എന്നാൽ ഞാൻ ഇപ്പം മുതൽ എനിക്ക് ഹാപ്പി ആവാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. ഞാൻ അങ്ങ് ഹാപ്പി ആയാലോ എന്നങ്ങ് വിചാരിച്ചേ, ഒന്ന് വെറുതെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നിട്ട് ഒരു 2-3 hours വെറുതെ നിങ്ങൾ വെറുതെ അങ്ങ് നിങ്ങൾ ഒരു നാടകം പോലെ നിങ്ങളങ്ങ് സന്തോഷം ഒന്ന് അഭിനയിച്ച് ചെയ്യുക. എന്നിപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എന്തൊക്കെയോ കാണും നിങ്ങൾ, എന്നിട്ട് സന്തോഷിക്കുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ആകർഷണ നിയമം പറയുന്നത് ഈ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ളൊരു വൈബ്രേഷൻ, അത് നമുക്ക് വരുമ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് തന്നെ വരും, എല്ലാം വരും നമുക്ക്.